വിഴിഞ്ഞം തുറമുഖത്തിന് ഡീൽ ഉറപ്പിച്ച മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഡീൽ ഉറപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. തുറമുഖത്തിന്റെ 49% ഓഹരികളാണ് ഇവർ സ്വന്തമാക്കിയത്. ഈ വൻ നിക്ഷേപം സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെങ്കിലും ഭാവിയിലെ കരാർ വ്യവസ്ഥകളെ സംബന്ധിച്ച് ചില വൃത്തങ്ങളിൽ ചർച്ചകൾ സജീവമാണ്. നിലവിലെ കരാർ പ്രകാരം 2075 തുറമുഖത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൽ നിന്ന് കൈമാറേണ്ടതുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ 49% ഓഹരിയുള്ള വിദേശ പങ്കാളിയായ MSCയുടെ പങ്ക് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷകളും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉയർത്തിയ പരാതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച കൊഴുക്കുന്നു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിയാസ് പരാതി സമർപ്പിച്ചെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ചെന്നിത്തല തയ്യാറായില്ല. വളരെ സുപ്രധാനമായ ഒരു പദവിയിലേക്കാണ് സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരാളെ നിയമിക്കുന്നതെന്നാണ് നിയാസ് പറഞ്ഞു. താത്കാലിക വെടിനിർത്തൽ കരാറിനെ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നീക്കങ്ങൾക്കൊടുവിൽ ശേഷം US ഇറാൻ സംഘർഷത്തിന് താൽക്കാലിക ശമനം. ചൊവ്വാഴ്ച ഖത്തർ തലസ്ഥാനമായിരിക്കുന്ന ദോഹയിൽ ഇറാന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനാണ് ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും ഈ ആഴ്ച US പ്രതിനിധികളുമായി ഒരുവിധ ഔദ്യോഗിക ചർച്ചയിൽ നിശ്ചയിച്ചിട്ടില്ലെന്നും ഇറാൻ വിദേശ സഹമന്ത്രി ഖാസിം ഗരീബാദി വ്യക്തമാക്കി. ഇഞ്ചുറി ടൈമിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി നേടിയ നിർണായക ഗോളിൽ ജപ്പാനെ 2-1 കീഴടക്കി ബ്രസീൽ ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ നിശ്ചിത സമയത്തിന്റെ അവസാന നിമിഷം വരെ സമനിലയിലായിരുന്ന മത്സരമാണ് മാർട്ടിനെല്ലിയുടെ ഗോൾ ബ്രസീലിനെ അനുകൂലമാക്കിയത്. ടെലഗ്രാഫ് മുൻ എഡിറ്റർ R രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി നൽകാത്ത സംഭവത്തിൽ ഇടപെട്ട കൊൽക്കത്ത പോലീസ്. സംഭവത്തിൽ എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കൊൽക്കത്ത സ്പെഷ്യൽ ബ്രാഞ്ച് SP ദുബ്രത് ജ്യോതിയുടെ നിർദ്ദേശം. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പം കാരണമാകാം പാസ്പോർട്ട് പുതുക്കി നൽകാൻ വൈകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഫോൺ നമ്പർ കൈമാറാതെ തന്നെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സുപ്രധാന ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സപ്പ്. ഇതിന്റെ ആദ്യപടിയായി ഉപഭോക്താക്കൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിമുകൾ മുൻകൂട്ടി മാറ്റിവെക്കാനുള്ള സൗകര്യം കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ ഫീച്ചർ ഈ വർഷം അവസാനത്തോടെ എല്ലാവരിലും എത്തും. ഘട്ടഘട്ടമായാണ് ഈ സംവിധാനം ആഗോളതലത്തിൽ ലഭ്യമാക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക ശില്പത്തിൽ കേടുവരുത്തിയതിന് പിന്നിലും പോറ്റിയുടെ ഇടപെടൽ ഉണ്ടായതാണ് കണ്ടെത്തൽ. പോറ്റി നിർമ്മിച്ച പീഠം സ്ഥാപിക്കുന്നതിനിടയിലാണ് ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. പീഠത്തിന്റെ അളവ് കൃത്യമല്ലാത്തതിനെ തുടർന്ന് പോറ്റി ഇത് തിരികെ കൊണ്ടുപോയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഠം പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിലെ ഹൽദിയയിൽ നാഫ്ത പൈപ്പ് ലൈനിൽ വൻ തീപിടുത്തം. അപകടത്തിൽ ഏകദേശം 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണെന്ന് പോലീസ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. തീപിടുത്തത്തിൽ പൈപ്പ് ലൈനിൽ നിന്ന് സമീപമുള്ള നിരവധി കുടിലുകളിൽ കത്തുനശിച്ചു. അപകടത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊട്ടനാട് എസ്റ്റേറ്റിന് പോലീസ് സംരക്ഷണം വേണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. ഭൂ ഉടമകളായ അനപ്പാടിയിൽ നെല്ലിക്കൽ കുടുംബത്തിൽ നിന്ന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കൊട്ടനാട് പ്ലാന്റേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി തള്ളിയത്. എസ്റ്റേറ്റിലെ മരങ്ങൾ മുറിക്കുന്നത് ഭൂ ഉടമകൾ തടഞ്ഞ സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം നേടിയതാണ് ഹർജി നൽകിയത്. സിവിൽ തർക്കങ്ങളിൽ പോലീസ് സംരക്ഷണം നൽകാനാവില്ലെന്നാണ് കോടതി നിരീക്ഷണം. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.